41 പേരുടെ ജീവന്റെ വളത്തിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം വളരുമോ? നടന്മാരോടും രാഷ്ട്രീയക്കാരോടും സ്പോർട്സ് താരങ്ങളോടുമുള്ള ആരാധനയും ഭ്രാന്തുമൊക്കെ മൂത്ത് ഇവരുടെ പരിപാടികളിൽ പങ്കെടുത്ത് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്നത് ഇന്ത്യയിൽ ഇതാദ്യമായല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇന്ത്യയിൽ ഇത്തരത്തിൽ മരിച്ചത് 250-ലധികം പേരാണ്. കഴിഞ്ഞ വർഷം യുപിയിലെ ഹദ്രസിൽ ആൾദൈവം ബാബ ബോലയുടെ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്തവർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 121 പേരാണ്. ഇതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചത് 250 പേരാണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ. അതുകൊണ്ട് തന്നെ കരൂരിലെ ഈ കൂട്ടമരണം നമുക്കൊരു പുതുമയല്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ പാഠം പഠിക്കില്ല. ഒന്നെങ്കിൽ മൊണ്ണവിശ്വാസികൾ, അല്ലെങ്കിൽ അന്ധരായ അനുയായികൾ, രാഷ്ട്രീയക്കാരന്മാരുടെയും മനുഷ്യദൈവങ്ങളുടെയും കയ്യിൽപ്പെട്ടു പോകുന്ന ഇവിടുത്തെ ജനങ്ങൾ ഇത്രയും ഭ്രാന്തമായ ഒരു ആവശ്യത്തോടെയാണ് ഇത്തരം പരിപാടികളിൽ പോയി പെടുന്നത്. ഇത്രയുമൊക്കെ കൂട്ടക്കുരുതിയും മരണങ്ങളുമൊക്കെ ഉണ്ടായാലും ഇതിനൊന്നും ഒരു കുറവും സംഭവിക്കില്ല. നാളെയും ഇതൊക്കെ തന്നെ ഇവിടെ ആവർത്തിക്കും. ഇത്തരം കൂട്ടക്കുരുതികൾ ഉണ്ടാകുമ്പോൾ ഇവർ ഒരുപക്ഷെ ആശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു പരിപാടി കൊണ്ട് ലോകമെമ്പാടും ജനങ്ങൾ അറിഞ്ഞു, മാക്സിമം മൈലേജും കിട്ടി, ഇനി തൻ്റെ പാർട്ടി കുതിച്ചു വളരും എന്നാണ്. തമിഴ്നാട്ടിലെ ഈ കാര്യം തന്നെ എടുക്കുക. ഈ കൂട്ടക്കുരുതിക്ക് കാരണക്കാരനായ യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ ആസൂത്രകൻ നടൻ വിജയും പാർട്ടിക്കുമെതിരെ FIR-ൽ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ആ പാർട്ടിയിലെ പാവപ്പെട്ട ഇയാളുടെ ഫാൻസ് അസോസിയേഷൻകാരായ 2-3 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ മതിയഴകൻ, പൗൻരാജ് ഇവർ റിമാൻഡിലായി. മറ്റൊരു വിജയുടെ ഒരു മുൻ ഫാൻസ് അസോസിയേഷൻ മെമ്പറായ TVK വില്ലിപുരം ബ്രാഞ്ച് സെക്രട്ടറി V അയ്യപ്പൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യയും ചെയ്തു. ഇങ്ങനെയുള്ള അന്ധരായ അണികൾ, അവരുടെ പേരിൽ കേസുകൾ വരുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ഈ നടനെതിരെ ഇതുവരെ FIR-ൽ കുറ്റപ്പെടുത്തലുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സർക്കാരിന് പേടിയാണ്. കാരണം നടൻ വിജയ്ക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ തമിഴകം നിന്ന് കത്തുമെന്നറിയാം. മന്ത്രിമാരുടെ ഭവനങ്ങൾ ജനങ്ങൾ ഇടിച്ചു കയറുമെന്നറിയാം. പോലീസ് സ്റ്റേഷനുകളും കോടതികളും വരെ ജനങ്ങൾ ഒരു പക്ഷേ നശിപ്പിക്കും എന്നവർ ഭയപ്പെടുന്നു. ഇത്രയും ഇമോഷണലായാണ് തമിഴകത്തെ ജനങ്ങൾ ഈ നടന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു കൂട്ടക്കുരുതിക്ക് ശേഷം വിജയ് സംസ്ഥാനത്ത് തന്നെ കടന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ഉണ്ടായി. എനിക്കിതിലെല്ലാം വളരെ സങ്കടമുണ്ടെന്ന്, അദ്ദേഹം വളരെ വികാരാധിതനായി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പുകഴ്ത്തുന്നത് അദ്ദേഹത്തെ. അദ്ദേഹം ഇന്നലെ ഇട്ട ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. அனைவருக்கும் வணக்கம். என் லைஃப்பில் இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சிச்சுவேஷனை நான் ஃபேஸ் பண்ணதே கிடையாது. மனசு முழுக்க வலி மட்டும்தான். இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம் தான், அவங்க என் மேலே வச்சிருக்கிற அன்பும் பாசம். அந்த அன்புக்கும் பாசத்துக்கும் நான் எப்பவும் கடமைப்பட்டிருக்கிறேன். அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி, அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம். அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களுடைய சேஃப்டி மட்டும் மைண்டில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது, அதுக்கான இடங்களை பார்த்து பெர்மிஷன் கேட்குறது, போலீஸ் டிபார்ட்மெண்ட்டில் அதை ரிக்வெஸ்ட் பண்ணி கேட்போம். ஆனால் நடக்கக்கூடாதது நடந்துருச்சு. நானும் மனுஷன் தானே. அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது எப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும்? நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அதை ஒரு காரணம் காட்டி அங்கே வேறு சில பதட்டமான சிச்சுவேஷன்ஸ், வேறு சில அசம்பாவிதங்கள், அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நான் அவாய்ட் பண்ணேன். இந்த நேரத்தில் சொந்தங்களை
இழந்து தவிக்கிற அத்தனை குடும்பங்களுக்கும் என்னுடைய ஆழ்ந்த இரங்கலை தெரிவிச்சுக்கிறேன். எனக்கு தெரியும், என்ன சொன்னாலும் இது ஈடேயாகாதுன்னு எனக்கு தெரியும். ஹாஸ்பிட்டலில் ட்ரீட் பண்ணிகிட்ருக்கிற எல்லாருமே சீக்கிரமாக க்யூர் ஆகி வரணுன்றதை இந்த நேரத்தில் நான் வேண்டிக்கிறேன். கூடிய சீக்கிரமே உங்கள் எல்லாரையும் நான் சந்திக்கிறேன். இந்த நேரத்தில் எங்களுடைய வலிகளை, எங்களுடைய நிலைமையை புரிஞ்சுக்கிட்டு எங்களுக்காக பேசின அரசியல் கட்சிகளை சார்ந்த நண்பர்கள், தலைவர்கள் அனைவருக்கும் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். கிட்டத்தட்ட ஒரு 5 மாவட்டத்துக்கு பிரச்சாரத்துக்கு போனோம். இந்த மாதிரி எதுவுமே நடக்கல. ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது, எப்படி நடக்குது? மக்களுக்கு எல்லா உண்மையும் தெரியும். மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க. கரூரை சேர்ந்த அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளே நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணுச்சு. சீக்கிரமே எல்லா உண்மைகளும் வெளியில் வரும். எங்களுக்கு தரப்பட்ட இடத்துல நாங்கள் போய் அந்த ஸ்பாட்டில் நின்று நாங்கள் பேசிட்டு வந்தோம். அதை தாண்டி எந்த தவறும் எங்கள் சைடில் நாங்கள் எதுவுமே செய்யலை. பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள், தோழர்கள் மேலே எஃப்ஐஆர், அது மட்டும் இல்லை சோஷியல் மீடியாவை சேர்ந்த நண்பர்கள், தோழர்கள் அவங்க மேலே எஃப்ஐஆர்லாம் போட்டு இப்போ பிடிச்சிக்கிட்டு இருக்கிறாங்க. சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காதீங்க. நான் ஒன்று வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் செய்யுங்க. நண்பர்களே, தோழர்களே, நம்மளுடைய அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக, இன்னுം ധൈര്യത്തോടെ കണ്ടിന്യൂ ആകും. എന്തായാലും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത TVK നേതാവ് വി അയ്യപ്പൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ DMK നേതാവ് സെന്തിൽ ബാലാജിയെക്കുറിച്ചൊരു പരാമർശമുണ്ട്. അദ്ദേഹം ഒറ്റ ഒരാളാണ് ഇപ്രകാരം ഒരു അട്ടിമറി നടത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറി ഇല്ലാതില്ല. 25 പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഇതിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിജയുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഏതാണ്ട് 6 മണിക്കൂറോളം വൈകിയാണ് ഈ പരിപാടി നടത്തിയത്. ആ ഒരു റോഡിന് ഏതാണ്ട് ഒരു 15,000-ൽ താഴെ ആളുകളെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടും ഏതാണ്ട് 50,000-ലധികം ആളുകളാണ് അവിടേക്ക് തള്ളിക്കയറിയത്. ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് അത് മാത്രമല്ല, പരമാവധി ജനങ്ങൾ എത്തിയ ശേഷം എൻട്രി ചെയ്യുന്നതാണ് ഹീറോയിസം എന്നും പറഞ്ഞ് സിനിമയിൽ ചെയ്യുന്നത് പോലെ ഇയാൾ ചെയ്തു. ഏതാണ്ട് 6 മണിക്കൂറോളം ആ വെയിലത്ത് കാത്ത് ഞെരുങ്ങി നിന്ന ആളുകളെ സംബന്ധിച്ചോളം ഒരു മണ്ണ് വാരിയിട്ടാൽ താഴേക്ക് വീഴില്ല എന്ന തരത്തിൽ അത്രത്തോളം ജാംപാക്റ്റ് ആയിട്ടുള്ള ആ ആളുകളുടെ ഇടയിലേക്ക് കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുന്നു. അത് പിടിക്കുവാനായി ദാഹിച്ചു വലഞ്ഞു നിന്ന കുട്ടികൾ അത് ചാടിപ്പിടിക്കുവാനായി ഉണ്ടായ ആ ഒരു മോബിനിടയിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്രകാരമായ ഒരു അശ്രദ്ധയോടുകൂടി ചെറിയ പെരുമാറ്റം പോലും ആളുകളുടെ നില തെറ്റിക്കാം. അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 41,000-ലധികം പേർ അവിടെ മരിച്ചു കഴിഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയരുവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതും കൊണ്ടൊന്നും ഒരു പാഠം പഠിക്കില്ല. ഇതൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ എന്തായാലും കരൂർ സംഭവത്തിൽ നീതിയുക്തമായ ഒരു അന്വേഷണം അത്യന്താപേക്ഷിതമാണ്. വിജയും സംഘവും പറയുന്നത് സർക്കാരാണ് ഇത് അട്ടിമറിച്ചത് എന്ന് പറയുന്നു. എന്നാൽ വിജയ്ക്കും വിജയുടെ പാർട്ടിക്കുമെതിരെ അവരുടെ ചില അപ്രധാന നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും വിജയുടെ ഒന്നും പേരിൽ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം സർക്കാർ ഭയപ്പെടുന്നു, വിജയെ അറസ്റ്റ് ചെയ്താൽ വിജയ് കൂടുതൽ ശക്തനാകും, അതല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ട ആക്രമണം സർക്കാർ ഭയപ്പെടുന്നു. എന്തു തന്നെയാണേലും ഈ വിഷയത്തിന്മേൽ ഒരു നീതിയുക്തമായ അന്വേഷണം അത്യന്താപേക്ഷിതമാണ്.
കാരണം 41 ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.